പറക്കാട്ടിലെ ഇവിടെ പ്രകാശേട്ടന്റെ മുറിയില് എല്ലാ ദിവസവും എത്ര കോടിക്കണക്കിന് പൈസകളാണ് വരുന്നത്. ബെഡിന്റെ അടിയിൽ ഇങ്ങനെ നിരത്തി ഇടാൻ. ഈശ്വരാ, ബെഡിന്റെ അടിയിലൊക്കെ പൈസ ഉണ്ടാവോ? നിധി നിധി നിധി. വർഷമെടുത്ത് പണിത വീടാണ് ഈ കാണുന്നത്. ഈ ഒരു റൂം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 7 വർഷം ഒരു 10 കാർപ്പന്റേഴ്സ് ഇവിടെ സ്റ്റേ ചെയ്ത് ഞങ്ങൾ മോളിൽ താമസിച്ചു. ഇതെല്ലാം ഹാൻഡ് കർവിങ്സ് ആണ്. നമ്മളുടെ പറക്കാട്ടിന്റെ തന്നെ കൃഷ്ണനാണ്. ഇത് ഒരുപാട് കളർ ടൈല. ഇതൊക്കെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ? ഇത് എങ്ങനെയാ എല്ലാരും ഇങ്ങനെ വളരെ സൈലന്റ് കൂൾ കാമായിട്ടുള്ള ഇതല്ലേ ഇഷ്ടപ്പെടുന്നത്. ഇത് ഇവിടെ ബ്ലാക്ക്, ഇവിടെ കൊണ്ടുവന്ന് യെല്ലോ വെക്കും, ഇവിടെ റെഡ് വെക്കും. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാന്നൊക്കെ ആദ്യം ഞങ്ങളെ ക്രിറ്റിസൈസ് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരു 200-250 റിസോർട്ട്സ് മൂന്നാറുണ്ട്. എന്തുകൊണ്ട് പറക്കാട്ട് നമ്പർ 1 ആയിട്ട് വന്നു എന്നുള്ളത് ആളുടെ തിയറിയാണ്. അതിന് എന്റെ അമ്മേ, ഇത് എത്ര വീടുണ്ട്. അപ്പൊ ഇത് മമ്മൂട്ടിക്ക് വേണ്ടി ചെയ്തു വെച്ചാ. ഇവിടെ ഇതൊക്കെ വെള്ളത്തില് മുങ്ങിപ്പോയതാണ്. വെള്ളപ്പൊക്കത്തിൽ ഈ റൂമൊക്കെ മുങ്ങിപ്പോയി. ഇവിടെ നമ്മള് ടീക്കൂട്ടായിരുന്നു ഇട്ടിരുന്നത്, വുഡൻ പാനലിംഗ് ആയിരുന്നു. ഈ ഒരു ലെവല് വന്നതാണ്. ഇത് ഇത്രയും വെള്ളത്തിലാണ് ഞങ്ങൾ പുറത്ത് പോകുന്നത്. അപ്പൊ ഒന്നും എടുത്തില്ല. കുറച്ച് പൈസയും സ്വർണവും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ, കുറച്ച് പാസ്പോർട്ടും അങ്ങനത്തെ സാധനങ്ങൾ മാത്രം എടുത്ത് ഒരു 2 ജോഡി ഡ്രസ്സും വീതം എല്ലാവരും എടുത്തിട്ടാണ് അന്ന് പോകുന്നത്. നമ്മൾ തന്നെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ അടുത്തുള്ള ഒരു സ്കൂളിൽ ഒരു 10,000-3000 കുടുംബങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അന്നുണ്ടായിരുന്ന കയ്യിലെടുത്ത പൈസയും കാര്യങ്ങളൊക്കെ ആ 3000 പേരുടെ ഒരു മാസത്തെ ജീവിതത്തിലാണ് ഉപയോഗിച്ചത്. നമ്മളൊരു 3000 കുടുംബങ്ങൾക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് സാധനങ്ങളും, അതായത് കിടക്ക തൊട്ട് അവർക്ക് ഡ്രസ്സ് തൊട്ട് ഒന്നുമില്ലല്ലോ ആരുടെയും കയ്യിലേ. ഡ്രസ്സ്, കിടക്ക തൊട്ട് എന്താ പറയുക, ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള. ഇനി സ്പൂൺ വേണേൽ സ്പൂണ്, അവിടത്തേക്കുള്ള പലചരക്ക്, വീട്ടിലെ എല്ലാ സാധനങ്ങളും, കമ്പിളിപ്പുതപ്പ് തൊട്ടുള്ള എല്ലാ സാധനങ്ങളും, നാപ്കിൻ തൊട്ട് എല്ലാം ഇവിടുത്തെ കുടുംബങ്ങൾക്കെല്ലാം വലിയ കാര്യം കേട്ടോ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹലോ, ലൈഫ് നെറ്റ് ടിവി പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്, നമ്മളിപ്പോ ഒരു ഹോം ടൂറിൽ എത്തി വന്ന് നിൽക്കുകയാണ്. ഇത് കാണേണ്ട ഒരു വീട് തന്നെയാണ്. നമുക്ക് നോക്കാം നമ്മളിപ്പോ ആരുടെ വീട്ടിലാണ് വന്ന് നിൽക്കുന്നതെന്ന്. നോക്കിക്കോ, ഈ വീടിന്റെ അകം, ഈ വീട്ടിലുള്ളവരെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആരുടെ വീട്ടിലേക്കാണെന്ന് നമുക്ക് കയറി നോക്കാം. വരും. ഹൈലൈറ്റ് ചെയ്യുന്നത്, നമ്മൾ കാണാൻ പോകുന്നത് ഫുൾ തിളക്കമായിരിക്കും. ഈ വീടിന്റെ ഏതൊരു നോക്ക് ആൻഡ് കോർണർ നോക്കിക്കഴിഞ്ഞാലും ഈ ടൈലിലേക്ക് തന്നെ നോക്കൂ, ഫുൾ നല്ല തിളങ്ങി നിൽക്കുന്ന ഒരു വീട്ടിലേക്കാണ്. അതേപോലെ തിളങ്ങി നിൽക്കുന്ന ഒരാൾക്കാരെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ വീട്ടിലൊരു പ്രത്യേകത, ഞാൻ വന്നിട്ട് ഇവിടെ കോളിംഗ് ബെല്ലൊന്നും കണ്ടിട്ടില്ല. എങ്ങനെയാണെന്നും എനിക്ക് അറിയില്ല. ആൾക്കാർ എങ്ങനെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുള്ളോണ്ട്. ചേച്ചി വരുന്നു, നോക്കാം, ഇപ്പൊ കാണിച്ചു തരാം. ഈ വീട്ടിൽ ഒരു കോളിംഗ് ബെൽ ഇല്ലല്ലോ ചേച്ചി. കോളിംഗ് ബെല്ലൊന്നും വെക്കാത്ത കാരണം പിരിവുകാരെ കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ആണോ? ഇതാണ് നമ്മുടെ പ്രീതി ചേച്ചി, പറക്കാട്ടിലെ പ്രീതി ചേച്ചി. ഞാൻ അവരുടെ അടുത്ത് ആരുടെ വീട്ടിലാണ് നമ്മൾ പോണെന്നുള്ളവരും പറഞ്ഞിട്ടില്ല. തിളങ്ങി നിൽക്കുന്ന ആൾക്കാരെയും തിളങ്ങി നിൽക്കുന്ന വീടുമാണ് കാണിച്ചു തരാൻ പോണെന്ന് മാത്രമാണ് പറഞ്ഞത്.
ഇത് ഒരു തിളക്കം മാത്രം. ഈ തിളക്കം ഇത്ര ഭംഗിയായിട്ട് തിളങ്ങി നിൽക്കുന്നതിന് പിന്നിൽ ഒരു രഹസ്യം കൂടി ഉണ്ട്. യെസ്, പ്രകാശേട്ടനെ കൂടെ നമുക്ക് ഇതാ ഉടനെ പ്രകാശേട്ടനില്ലേ ഇവിടെ? അപ്പൊ പ്രകാശേട്ടൻ കാണാം, നമുക്ക് വീട്ടിലേക്ക് കയറാം. ഓക്കെ, അപ്പോ വീട്ടിൽ ആരെങ്കിലും വരുമ്പോ എങ്ങനെ ഇതുപോലെ വിളിക്കുവോ? ഫോണിൽ വിളിച്ചിട്ടാണോ നിങ്ങള്? ഇവിടെ കൂടുതലും എന്താ എന്റെ കിച്ചണിലെ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ആള് നമുക്ക് ഇവിടെ ആരും വേണ്ട, ആര് വന്നാലും ഇവിടെ ആള് അറ്റൻഡ് ചെയ്യും. ആണോ? കോളിംഗ് ബെല്ലിന്റെ ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് ഇത്ര ലക്ഷറിയസ് ആയിട്ടുള്ള വീട്ടിലേക്ക് കയറാം. ഓക്കെ ചേച്ചി, ഇത് ഓഫീസ് റൂം ആണോ? ഇത് ഓഫീസ് റൂം, പ്രകാശേട്ടന്റെ ഓഫീസ് റൂം. പക്ഷെ ഇവിടെ ഒന്നും ആരും വന്ന് ഇരിക്കാറൊന്നുമില്ല, അവിടെ തന്നെയാണ് വന്നിരിപ്പ്. ആണോ? നമുക്ക് അങ്ങനെ പ്രൈവസി ഒന്നും ഇല്ല. ഓക്കെ, ഇതാ ഇവിടെ ഇരുന്നിട്ടാണ് പ്രകാശേട്ടന്റെ ഓരോ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യണത്. ബിസിനസ് എക്സലൻസി അവാർഡ് കിട്ടിയിരിക്കണോ? ഓക്കെ, അത് പ്രകാശേട്ടനും പ്രീ ചേച്ചിക്കും കൂടെ. ഇത് ഏത് വർഷം ചേച്ചി? ഇപ്പഴാണല്ലോ. ഇപ്പോ ജാനിലാണ്. ഓക്കെ, പിന്നെ ഇതെന്താ ചേച്ചിക്ക് കിട്ടിയിരിക്കുന്നത്? സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ്. എന്റെ അമ്മോ, അതിപ്പോ രമ്യ ഇത് കാണാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഹോം ടൂറിൽ ഞങ്ങളുടെ മെമെന്റോസ് മാത്രമേ കാണാനുണ്ടായിരിക്കുള്ളൂ. ഇത് നമ്മുടെ പറക്കാട്ടിന്റെ ആണ് കേട്ടോ. ഇത് പറക്കാട്ട് ഉണ്ടാക്കുന്നതാണ്, നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്ന. ഇത് പക്ഷെ ഫ്ലവേഴ്സ് ചാനലിന് വേണ്ടിയിട്ട് 24 ചാനലിന് വേണ്ടി ചെയ്തതാ. ഓക്കെ, പിങ്ക് മിഡ് നൈറ്റ് റൺ. ഓക്കെ, ഇതൊക്കെ പറക്കാട്ടിന്റെ ആണ്. പറക്കാട്ട് തന്നെ നല്ല ട്രോഫി ചെയ്യും. അതോ ഇവരുടെ സാധനം എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് തന്നെ സാധാരണ ഏതൊരു മെമെന്റോ നമ്മൾ പിടിക്കുന്ന പോലെ ആയിരിക്കില്ല. പറക്കാട്ടിന്റെ മെമെന്റോ പിടിക്കുമ്പോൾ ആ ഒരു പിടുത്തം കുറച്ചും കൂടെ സ്ട്രോങ് ആയിരിക്കും. നല്ല ക്വാളിറ്റി ഭയങ്കര നല്ലതായിരിക്കും. ഗോൾഡ് ലേഡും ആണ് ഫുള്ള്. അതുപോലെ ഹൽക്കല്ല ഒട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ നിറയെ കുറെ മെമെന്റോസ് ഉണ്ടാവുന്നാണോ ചേച്ചി പറയണേ? ഇതൊക്കെ പറക്കാട്ടില്ല. അയ്യോ, ഇനി ഇത് എല്ലാ റൂമിൽ എവിടെ ചെന്നാലും ഇതായത് ഇങ്ങനെ എവിടെയൊക്കെ ഒരു അല്പ സ്പേസ് ഉണ്ട് അവിടെയൊക്കെ മെമെന്റോസ് ആയിരിക്കും. പ്രകാശൻ സാധാരണ എന്നെ വഴക്ക് പറയും, നിന്റെ മെമെന്റോസ് കാരണം തട്ടിയിട്ട് എനിക്ക് നടക്കാൻ പാടില്ലാന്ന്. ഇതൊക്കെ നമ്മളുടെ ഇത് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. ചെയ്യുന്നതാണേലും ഇതൊക്കെ നമ്മൾ ഓരോ ഇവന്റ്സിന് നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ചിലപ്പോൾ നമ്മൾ അതിന്റെ സ്പോൺസേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പാട്ടായിരിക്കും. അപ്പം അങ്ങനെ തരുന്ന നമ്മൾ പേര് എഴുതി ഒട്ടിച്ച് വെച്ചേക്കണല്ല. ഓക്കെ, അതെ, പറക്കാട്ടിന്റെ ഓരോ ട്രോഫി. ഓക്കെ, ഇനി ഇവിടെ ഇത് കിട്ടിയിരിക്കുന്ന ഇതൊക്കെ അത് നമ്മള് ശരിക്കും പറഞ്ഞാൽ ഞാനത് ഇതിനൊക്കെ എന്താ മമ്മൂക്കയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാമിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാ. അപ്പൊ ആൾക്കത് അത് നമ്മളുടെ പറക്കാട്ടിന്റെ ആനയെ പാടായിരിക്കും. ഭയങ്കര വെയിറ്റാ. എന്റെ അമ്മേ, ഇത് എത്ര കിലോ ഉണ്ട്? അപ്പൊ ഇത് മമ്മൂക്കയ്ക്ക് വേണ്ടി ചെയ്തിട്ട് ആ പ്രോഗ്രാമിന് മമ്മൂക്ക ഉണ്ടായില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോ അത് പകരം അതായത് ഉണ്ടോ മമ്മൂക്കയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് എഴുതി ചെയ്തു വെച്ചാ. പിന്നെ അത് കഴിഞ്ഞപ്പോ ജയറാമേട്ടനായിരുന്നു വന്നത്. അപ്പൊ ആൾക്ക് ആന ഭയങ്കര ഇതാണല്ലോ, അപ്പൊ ആൾക്ക് വേറെ ഞാൻ ചെയ്തു കൊടുത്തു. അപ്പൊ ഇത് ഇവിടെ ഓർമ്മയ്ക്ക് ഇരുന്നോട്ടെ എന്നോർത്ത് അങ്ങനെ വെച്ചതാ. അന്നത് കൊടുക്കാൻ പറ്റിയില്ല. അതെ അതെ, അയ്യോ, മമ്മൂക്ക് ഇത് മിസ് ചെയ്തു കേട്ടോ. കുഴപ്പമില്ല, ഞാൻ നിങ്ങൾ അമ്മയുടെ ഒരു പ്രോഗ്രാമിന് ചെറിയ ഒരു സിൽവർ കളറിലുള്ളത് മമ്മൂക്കിക്ക് കൊടുത്തു. ഇതിന് പകരം അത് കൊടുത്തു. ഇത് ഇന്ന് ഓർമ്മയ്ക്കായിട്ട് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങ് സൂക്ഷിച്ചു വെച്ചു. ചേച്ചിക്ക് ഏകദേശം ഇതിന്റെ വെയിറ്റ് എത്ര ഉണ്ടെന്ന് അറിയാവോ? എത്ര കിലോ ഉണ്ട്? എട്ടൊന്നും അല്ല, അതുകൊള്ളുണ്ട്. ഇത് 8 കിലോ ഒന്നും അല്ല, അതിലും ഉണ്ട്. ടീക്കോട്ടില് തന്നെ ചെയ്തിരിക്കുന്നതാണ്. എന്നാലും മമ്മൂക്ക വെച്ചതാണ്. പക്ഷെ മമ്മൂക്ക മിസ് ചെയ്ത്. ഇനി ഞാനിത് അങ്ങോട്ട് വെക്കുന്നില്ല, ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒതുക്കി വെക്കാം. കാരണം അത്രയും വെയിറ്റ് ആയതുകൊണ്ട്. ആ ആനക്കൊമ്പൊക്കെയോ ചേച്ചി? ആനക്കൊമ്പൊക്കെ നമുക്ക് വേറെ ഓരോ പ്രോഗ്രാമിന് പണ്ടുതൊട്ടേ കിട്ടിയിരിക്കുന്ന ഏതാണെന്നൊന്നും. ഇത് ശരിക്കും ഉള്ള ഇതാണോ? അതെല്ലാം ആനക്കൊമ്പ് ഒറിജിനൽ അല്ല. അല്ല അല്ല അല്ല, ഇത് ഏതോ ഇതാന്നുള്ളതൊക്കെ മറന്നുപോയി. ഞാനിങ്ങനെ ഒരു അല്പ എന്താ പറയാ അമ്പല വിശ്വാസിയാണ്. അതായത് അമ്പലത്തിലെ പ്രോഗ്രാമിന്റെ ആയിരുന്നു. അതേപോലെ വേറെ ഒന്നും കൂടി കാണും. ഇതും ഒരെണ്ണം ആനക്കൊമ്പിൽ ചെയ്തിരിക്കുന്ന വേറൊരു ഡിസൈൻ. അതെ അതെ, ഇതൊക്കെ വേറെ ഓരോരുത്തരും നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും അല്ലേ? എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിനുകൾ പോകുമ്പോഴത്തേക്ക് ഒരുപാട് എണ്ണം ഉണ്ടെന്ന് ചേച്ചി പറഞ്ഞു. ഈ വീട്ടിൽ ഏത് റൂമിൽ കയറിയാലും ഇത്രയാണെങ്കിൽ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ ടൂർ ഒരു ദിവസം കൊണ്ട് മെമന്റോ മാത്രം കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. ഇത് നമ്മുടെ വെള്ളപ്പൊക്കമൊക്കെ വന്നില്ലേ, ആ സമയത്ത് പ്രളയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്
നമ്മളുടെ ഒരുപാട് ഫിഷർമാൻ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ, അവർക്കൊക്കെ പറക്കാട്ട് കൊടുത്ത ഒരു മെമന്റോ ആണോ? ഓക്കേ. അതിജീവനം. അപ്പൊ അന്ന് എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ടാവും ഏകദേശം? ഒരുപാട് ഒത്തിരി ഉണ്ടായിരുന്നു, മറന്നുപോയി. ഓക്കെ. അപ്പൊ ഇവിടെയൊക്കെ ചേച്ചിയുടെ ഈ ഏരിയയിലേക്കൊക്കെ വെള്ളപ്പൊക്കത്തിന്റെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ? ഇതൊക്കെ വെള്ളത്തില് മുങ്ങിപ്പോയതാണ്. നമ്മളുടെ പറക്കാട്ടിന്റെ തന്നെ ഐഡലാണ് ഇതൊക്കെ. എന്താ വെയിറ്റ്, എന്ത് ഭംഗിയാ നോക്കിക്കേ. ഇത് നമ്മുടെ ആൾക്കാർ ചെയ്തതാണോ? വർക്കേഴ്സ് ചെയ്തതാണോ? ഓ, എന്താ ഫിനിഷിങ്, എന്താ ഭംഗി രവിയുടെ മുഖമൊക്കെ. വാവ്. വെള്ളപ്പൊക്കത്തില് ഈ റൂമൊക്കെ മുങ്ങിപ്പോയി. ഇവിടെ നമ്മള് ടീക്ക് വുഡ് ആയിരുന്നു ഇട്ടിരുന്നത്, വുഡൻ പാനലിംഗ് ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അതെല്ലാം ഇങ്ങനെ പ്ലൈവുഡ് വെള്ളം നനഞ്ഞു കഴിയുമ്പോൾ പൊങ്ങി പോരുമല്ലോ. അപ്പൊ പൊങ്ങി പോന്നിട്ട് പിന്നെ അത് മാറ്റി. അപ്പൊ എന്നാ പിന്നെ അകത്ത് ഗോൾഡൻ ആണ്, എന്നാ ഇവിടെ സിൽവർ ഇരിക്കട്ടെ എന്ന് വെച്ചു. അപ്പൊ ഈ ഏരിയയിലൊക്കെ വെള്ളം കയറി ഈ ഒരു ലെവല് വന്നതാണ്. ഇത്രയും ലെവലില് വെള്ളം കയറിയത്. ഈശ്വര, അപ്പൊ ഇത്രയും ലെവലില് വെള്ളം വന്ന് പോയിട്ട് അപ്പൊ ഇത് അതിനുശേഷം വെച്ച ടൈലാണിത്? അതിനുശേഷം അന്നേരം അവിടുത്തെ ടൈലിൽ ഈ ഗോൾഡൻ ടൈലിലേക്കോ സംഭവിച്ചില്ല. ടൈലല്ലേ, പക്ഷെ ഇവിടെ വുഡൻ പാനലിംഗ് ആയതുകൊണ്ട് അവിടെ പണി കിട്ടിയത് സംഭവിച്ചില്ല. പക്ഷെ ആ ഒരു അതിന്റെ അടിയിലിടുന്ന പ്ലൈവുഡ് ഇങ്ങനെ പോകുന്നു. ശരിക്കും പറഞ്ഞതാ ഇവിടെയൊക്കെ വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്ന് വീണ്ടും ഇവിടെ പ്രളയത്തിന് നമ്മൾ ഒരുപാട് പേർക്ക് ശരിക്കും ഓണ സമയമായിരുന്നല്ലോ. അപ്പൊ ഇവിടെ ഒരു 3000-ഓളം വീടുകൾ മുങ്ങിപ്പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു അന്ന് കയ്യിലുണ്ടായിരുന്ന നമ്മുടെ കമ്പനി പ്രൊഡക്ഷൻ യൂണിറ്റും 2 ഫ്ലോർ മുങ്ങിപ്പോയി. അപ്പം അങ്ങനെ മുങ്ങിയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കും ഇവിടെ ഒരു 4 സ്റ്റെപ്പിൽ വെള്ളം കയറി കഴിഞ്ഞപ്പോൾ പ്രാശൻ പറഞ്ഞു ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അതിനു മുമ്പ് ഞങ്ങൾ മുകളിലെല്ലാം സെറ്റ് ചെയ്ത് വീടൊക്കെ എന്താ പറയുക, ഫുഡ് സാധനങ്ങളെല്ലാം മുകളിൽ വെച്ച് അവിടെ തന്നെ നിൽക്കാം, ഓൾ ഫാമിലി ഇവിടെ വന്ന് നിൽക്കാന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്താ. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് 4 സ്റ്റെപ്പ് കയറിയപ്പോൾ ഇനി ഇവിടെ നിന്നാൽ പറ്റില്ല, പാമ്പും അതും ഇതൊക്കെ കയറി വരുമെന്ന് പറഞ്ഞ് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പം ഇങ്ങനെ ഇത്രയും വെള്ളത്തിലാണ് ഞങ്ങൾ പുറത്ത് പോകുന്നത്. അപ്പോൾ ഒന്നും എടുത്തില്ല, കുറച്ച് പൈസയും സ്വർണവും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ, കുറച്ച് പാസ്പോർട്ടും അങ്ങനത്തെ സാധനങ്ങൾ മാത്രം എടുത്ത് ഒരു 2 ജോഡി ഡ്രസ്സും വീതം എല്ലാവരും എടുത്തിട്ടാണ് അന്ന് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോയി നമ്മളും ഒരു ക്യാമ്പിൽ തന്നെ പോയി. നമ്മൾ തന്നെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ അടുത്തുള്ള ഒരു സ്കൂളിൽ, കുറച്ച് ഹിൽ ടോപ്പാണ്, ടോളിൻസ് പറയുന്ന സ്കൂളിൽ നമ്മളുടെ സുഹൃത്താണ്, അവിടെ തന്നെ ക്യാമ്പ് സെറ്റ് ചെയ്തു. ഒരു 10,000-3000 കുടുംബങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം അന്നുണ്ടായിരുന്ന കയ്യിലെടുത്ത പൈസയും കാര്യങ്ങളൊക്കെ ആ 3000 പേരുടെ ഒരു മാസത്തെ ജീവിതത്തിലാണ് ഉപയോഗിച്ചത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓണമൊക്കെ ആയിട്ടാണ് തിരിച്ച് ഇങ്ങോട്ടേക്ക്, കാരണം ഇവിടെയൊക്കെ ചെളി ആണല്ലോ, അടിഞ്ഞു കിടക്കുമല്ലേ. അപ്പോൾ വന്നപ്പോൾ ഇങ്ങനെ മുകളിൽ നിന്നൊക്കെ കൂണൊക്കെ തൂങ്ങി കിടക്കുക, വിഷക്കൂണായിരിക്കും. അതൊക്കെ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ നനവ് നിന്നിട്ടേ അങ്ങനെ കിടക്കുന്നു. പിന്നെ ഇവിടെ വന്ന് ഒന്ന് ക്ലീൻ ചെയ്ത് ഈ ഫ്ലോർ മാത്രം ക്ലീൻ ചെയ്ത് നമ്മളൊരു 3000 കുടുംബങ്ങൾക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് സാധനങ്ങളും, അതായത് കിടക്ക തൊട്ട് അവർക്ക് ഡ്രസ്സ് തൊട്ട് ഒന്നുമില്ലല്ലോ ആരുടെയും കയ്യിലേ, ഡ്രസ്സ് കിടക്ക തൊട്ട് എന്താ പറയുക, ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള, ഇനി സ്പൂൺ വേണേൽ സ്പൂണ്, അവിടത്തേക്കുള്ള പലചരക്ക് വീട്ടിലെ എല്ലാ സാധനങ്ങളും, കമ്പിളിപ്പുതപ്പ് തൊട്ടുള്ള എല്ലാ സാധനങ്ങളും, നാപ്കിൻ തൊട്ട് എല്ലാം ഇവിടുത്തെ കുടുംബങ്ങൾക്കെല്ലാം വലിയ കാര്യം കേട്ടോ. നമ്മളും അനുഭവിച്ചു ആ ഒരു വെള്ളപ്പൊക്കവും. നമ്മുടെ ഈ ഫർണിച്ചറൊക്കെ നമ്മൾ മുകളിൽ കയറ്റിയായിരുന്നു. പക്ഷെ ബാക്കിയുള്ളവർക്കൊന്നും ഇപ്പൊ ഫർണിച്ചറും ഇല്ല. ഒരു നിലയുള്ള വീട്ടിൽ കിടക്കുന്നവര് എന്താ ചെയ്യാ, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളും എടുത്തത് ഒരു 2 ജോഡി ഡ്രസ്സും പാസ്പോർട്ടും നമ്മളുടെ കുറച്ച് പൈസയും ഒക്കെ ആയിരുന്നു. അത് ഉപകാരപ്പെട്ടു. ആ എടുത്ത പൈസ മറ്റുള്ളവരിലേക്ക് അങ്ങ് അവരുടെ കാര്യത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റി. ചേച്ചി, അപ്പൊ ഇതൊക്കെ വുഡൻ അല്ലേ? അപ്പൊ വെള്ളം ഏകദേശം ഇതിന്റെ ഇത്രയും ലെവലിൽ കയറിയെന്നല്ലേ ചേച്ചി പറഞ്ഞേ? ലെവലിൽ വെള്ളം വന്നു. അപ്പൊ ഈ തേക്കല്ലേ ഇതെല്ലാം? ഇതിനൊന്നും സംഭവിച്ചില്ല. കുറച്ച് എന്താ പറയാ, ഈ ചെതലെന്നൊക്കെ പറയുന്ന അതൊക്കെ കുറച്ച് കയറി. പിന്നെ അതിന് നമ്മുടെ തന്നെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു ചെതലിനുള്ള, അത് അടിച്ചിട്ട് പിന്നെ ഇത്രയും വർഷമായി. അപ്പൊ ഈ വീട് ശരിക്കും പണിതിട്ട് എത്ര വർഷമായി? 2010 നമ്മൾ ഹൗസ് വാമിങ് ചെയ്തത്. പക്ഷെ അതിനൊരു 10 വർഷത്തോളം എങ്കിലും മുമ്പ് തൊട്ട് അതിൻ്റെ വർക്ക് തുടങ്ങിയിരുന്നു. അതിന് മുമ്പ് ഒരു ഒറ്റ നിലയിലുള്ള ഒരു വീടായിരുന്നു, സാധാരണ
മാർബിളൊക്കെ പ്രകാശേട്ടൻ ജനിച്ചു വളർന്നത് ഈ വീട്ടിലാണ്. ആ തറവാട് വീടാണ്. പക്ഷേ തറവാട് വീട് എന്ന് പറയുന്ന ആ സ്റ്റൈലൊക്കെ 1996-ലായിരുന്നു ഞങ്ങളുടെ വിവാഹം. ആ സമയത്ത് ഇത് വേറൊരു വീടായിരുന്നു, സാധാരണ പഴയ വീട് പോലെ. അതിനു മുമ്പ് 96-ല് ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഒരു പുതിയ വീട് തന്നെയാണ്. പക്ഷെ അത് സിംഗിൾ ഫ്ലോർ ആയിരുന്നു. അത് കഴിഞ്ഞാണ് നമ്മൾ പറക്കാട്ട് ഒരു ഗ്രാം തെങ്ങാഭരണങ്ങളിലേക്കൊക്കെ വന്നു. അത് കഴിഞ്ഞ പിന്നെ ഇപ്പൊ ഒരു എന്താ പറയാ പറക്കാട്ടിന്റെ തിളക്കമായിക്കോട്ടെ. അപ്പൊ മൊത്തത്തിലൊന്ന് റിനോവേറ്റ് ചെയ്ത് അങ്ങനെ 10 വർഷം എടുത്ത് പണിത വീടാണ് ഈ കാണുന്നത്. കാരണം പ്രാസന് ഇച്ചിരി എന്താ പറയാ ഭയങ്കര ഒരു ക്രേസ് ഉള്ള കൂട്ടത്തില പാഷൻ. അപ്പോ ഈ വുഡ് ഒരു ടെമ്പിൾ ലുക്ക് അതൊക്കെ ആളുടെ ഒരു മനസ്സില് വലിയൊരു ആഗ്രഹ സ്വപ്നങ്ങളാണ്. സ്വന്തം വീട്ടിലല്ലേ പരീക്ഷിക്കാൻ പറ്റുള്ളൂ, വേറെ എവിടെയെങ്കിലും പരീക്ഷിക്കാൻ പറ്റുമോ? അപ്പൊ പണിയാ പൊളിക്കുക. എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് വരും, ഒരു 10 ദിവസം എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴത്തേക്കും പണിക്കാർ ചിലപ്പോൾ വേറെ സ്റ്റൈലിലൊക്കെ ചെയ്ത് വെച്ച് പൊളിച്ചോ 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 എന്ന് പറയും. ഇവിടെ വീടിന്റെ മുമ്പിൽ ഒരു ഏറുമാടം പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് അങ്ങോട്ട് കിടക്കാവുന്ന രീതിയിലൊക്കെ അതൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനൊരു തൃപ്തി തോന്നിയില്ല. പൊളിച്ചോളം ഇപ്പൊ ഇല്ല, ഏറുമാടമൊന്നും ഇല്ല. അങ്ങനെ എല്ലാം ട്രാസിന്റെ ഒരു ഐഡിയയില് മൊത്തം ഈ ഒരു റൂം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം 7 വർഷം ഈ ഒരു റൂം ചെയ്യാൻ വേണ്ടി. ലിവിംഗ് റൂം മാത്രം ചെയ്യാനോ 7 വർഷമാണ് 7 വർഷം. ഒരു 10 കാർപ്പൻറ്റേഴ്സ് ഇവിടെ സ്റ്റേ ചെയ്ത് ഞങ്ങൾ മുകളിൽ താമസിച്ചു. ഇവിടെ ഡേ നൈറ്റും വർക്കാണല്ലോ, അവർക്ക് പിന്നെ താമസിക്കേണ്ട കാര്യമില്ല. അവർ ഡേ നൈറ്റ് വർക്ക് ചെയ്ത് 10 കാർപ്പൻറ്റേഴ്സ് ചെയ്തിട്ടാണ് ഇതെല്ലാം ഹാൻഡ് കർവിങ്സ് ആണ് ഫുള്ള്. അതുകൊണ്ടായിരിക്കും ഇവിടെ ചുമരിലെ റൂഫിലെ ഫുൾ കാണാം, ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വർക്കാണ്. ആനയുടെ രൂപമൊക്കെ കൊത്തി അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പൊ അതാണ് അത്രയും ടൈം എടുത്തിരിക്കുന്നത്. ഇരുന്ന് തെറ്റിപ്പോയാൽ അഴിപ്പിക്കുക, വീണ്ടും ചെയ്യിക്കുക. ആളുകൾ പറയും പറക്കാട്ട് വീട് പണി പൂർത്തിയാക്കി കഴിഞ്ഞാൽ പ്രാശനിൽ ഇങ്ങനെ ഷോറൂംസ് ഓരോന്ന് തുടങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ആരോ പറഞ്ഞിട്ടുണ്ട് ഇത് പണി തീരാതെ അതന്നെ നിർത്തി കഴിഞ്ഞ പ്രാശന്റെ ഐശ്വര്യം അങ്ങോട്ട് പോകും, അതുകൊണ്ട് നിർത്തിയേക്കെന്ന് പറഞ്ഞ. സത്യം പറഞ്ഞാൽ അതൊന്നും അല്ല, പ്രാശന്റെ ഐഡിയ തീരാത്തോണ്ടാണ്. അത് കൊള്ളാം, കലക്കി. അങ്ങനെ പണി തീരാത്ത വീടെന്നുള്ളൊരു പേരും 10 കൊല്ലം ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ 10 കൊല്ലത്തിൽ ചെയ്ത വീട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോവാണ്. ഇത് പൂജാമുറി. ഹായ്, നമ്മളുടെ പറക്കാട്ടിന്റെ തന്നെ കൃഷ്ണനാണ്. അതെ, തീർച്ചയായിട്ടും അങ്ങനെയല്ലേ വെക്കുള്ളൂ, ഉറപ്പാണല്ലോ. അതെ, പശുവും കൃഷ്ണനും അതുപോലെ തന്നെ ദേവീ രൂപം ഒക്കെ ആണെങ്കിലും നമ്മള് കൈ കൊണ്ട് കുത്തിയെടുത്തിട്ട് ചെയ്തേക്കുന്ന ആ ഫ്രെയിമിനുള്ളിലുള്ള ദേവിയും എല്ലാം അങ്ങനെ ചെയ്തേക്കുന്നത്. പറക്കാട്ടിന്റെ അത് നമുക്ക് ഇന്ന് അവരെ കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് കാണാം. കാരണം ആ വർക്കേഴ്സ് എത്ര ഭംഗി, എത്ര ഡീറ്റെയിലിംഗ് ആയിട്ടാണ് അവര് ചെയ്യുന്നത്. ഇവിടെ അടുത്താണോ ചേച്ചി യൂണിറ്റ് ഒക്കെ? ആണോ? അവിടെയും കൂടെ പോവാം. കാണേണ്ടതാട്ടോ. കാരണം ഞങ്ങളിപ്പോ നേരിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ എത്ര ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഓരോന്നും ചെയ്ത് വെക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ 7 വർഷത്തെ വീടിന്റെ ഫ്ലോർ ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ വേറെ ഒരു വീട്ടിലും കണ്ടിട്ടില്ല ഇത്രയും തിളക്കം. ശരിക്കും പറക്കാട്ട് റിസോർട്ട് പോലെ തന്നെ തിളങ്ങി നിൽക്കുകയാണ് ഈ വീടും. ഓക്കെ, ഇത് ബെഡ്റൂം ആണോ? അത് ബെഡ്റൂം ആണ്, മോന്റെ ബെഡ്റൂം ആണ്. മോന്റെ ബെഡ്റൂം ഞങ്ങളുടെ ആദ്യകാല ബെഡ്റൂം ആയിരുന്നു. അത് മക്കള് വലുതായപ്പോ അവരിങ്ങടെ ഒരാള് ഈ റൂം എടുത്തു. ഓക്കെ, ഇതാരുടെ? മൂത്താളുടെ രണ്ടാമത്തെ ആള് അമ്പാടിയുടെ റൂമാണ്. ഓക്കെ, ഇതാണ് ഇതൊക്കെ. ഒരല്പം വൈകിയിലോ വന്നപ്പോ ഊണ് കഴിച്ചില്ലല്ലോ? ഇല്ല, ഊണ് കഴിക്കണ്ടേ ഇപ്പോഴോ? ഊണ് കഴിച്ചിട്ട് ഇല്ലേ, നമുക്ക് ഊണ് കഴിച്ചിട്ട് ബാക്കി ചെയ്യാമോ? ചേച്ചിക്ക് വിശക്കണ്ടോ? എനിക്ക് വിശക്കല്ല, എന്നാലും എന്റെ നമ്മുടെ പാചകം ചെയ്യുന്ന കുട്ടിയുണ്ടല്ലോ, ആൾക്ക് നിങ്ങക്ക് ഫ്രഷ് ആയിട്ട് ചൂടോടെ തരണമെന്നൊക്കെ ആഗ്രഹം കാണൂല്ലോ. ആദ്യത്തെ പ്രിയരാണ് മൊത്തത്തിൽ പറക്കാട്ടിലുള്ള എല്ലാവരും, പ്രത്യേകിച്ചും പ്രീതി ചേച്ചി. ഇതേ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹോം ടൂർ ചെയ്യാനായിട്ട് വന്നപ്പോ തന്നെ നേരെ ഞങ്ങളെ ഡൈനിങ് ടേബിളിലേക്ക്. ഡൈനിങ് അതല്ലേ ആദ്യം വേണം. ശരിക്കും ആദ്യം മര്യാദ, ഭക്ഷണാദ്യം കഴിക്കുക, എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീട് കാണാം. കാരണം എനിക്ക് ഉറപ്പാണ് ഈ വീട് നമ്മൾ പെട്ടെന്നൊന്നും കണ്ടു തീരില്ല, അതിന് മാത്രം കാണാനുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലായിടത്തും വീടിനകത്ത് തന്നെ ആയിരിക്കും കിച്ചണും ഡൈനിങ്ങും ഒക്കെ. പക്ഷെ ഇവിടെ ഡൈനിങ്ങും കിച്ചണും എല്ലാം സെപ്പറേറ്റ് ആണ്. അതെന്താ പ്രകാശൻ അങ്ങനെ വീട് പോലെ നിൽക്കുന്നു? ഉള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുക്ക് ചെയ്യാറില്ല. സത്യം പറഞ്ഞ അറിയാൻ പാടില്ലാണ്ടല്ല, സമയം കിട്ടാറില്ല. അപ്പോ ഇവിടെ കിച്ചൺ വേറെ നിൽക്കുവാണെങ്കിൽ
ഇവിടെ ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് അവർക്ക് ചെയ്യാം. അവർക്ക് ഏത് സമയത്ത് വേണേലും പോവോ കിടക്കോ ഉറങ്ങുവോ എന്ത് വേണേലും ചെയ്യാം. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ പല പല സേഫ്റ്റി വിഷയങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ആരെയാണേലും നമുക്ക് എല്ലാവരെയും അകത്ത് ഫുൾ ടൈം നിർത്താൻ പറ്റില്ല. അപ്പൊ അവർക്ക് ഇവിടെ കുക്ക് ചെയ്യാം, കഴിഞ്ഞൂടെ എല്ലാം എടുത്ത് ടേബിളിൽ വെച്ചിട്ട് വേണമെങ്കിൽ പോവാം. ഓക്കെ, അതായത് പറക്കാട്ട് നേച്ചർ റിസോർട്ടിൽ നമ്മൾ ചെല്ലുന്ന പോലെ തന്നെ നമ്മുടെ റൂംസ് ഒക്കെ വേറെ, ഭക്ഷണം ഡൈനിങ് റെസ്റ്റോറന്റ് ഒക്കെ വേറൊരു വിങ് തന്നെയായിരിക്കുമല്ലോ. അങ്ങനെ വേറൊരു ഏരിയയിൽ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇത് അമ്പാടി. ഇത് അമ്പാടി ഷൂട്ട് ചെയ്യുവാണോ ഒന്ന്? ഹായ്, ഇത് പ്രീ ചേച്ചിയുടെ രണ്ടാമത്തെ മോൻ അമ്പാടി. യെസ്, അമ്പാടി കഴിച്ചോ? സോറി, അഭിഷേക് പറക്കാട്ട് അല്ലേ? അമ്പാടിന്ന് ഞങ്ങള് പെറ്റ് നെയിം എന്നാലും അഭിഷേക് പറക്കാട്ട് അല്ലേ? ചേട്ടനെവിടെ? ഇല്ല, മൂത്തയാള് ഇവിടെ ഇല്ല, റിസോർട്ടിലുണ്ട്. ഓക്കെ, മൂന്നാറിലാണോ? ഓക്കെ. അപ്പൊ ഇതാണ് ഇവിടെ ചേട്ടൻ പറ്റുന്നിടത്തോളം ഓരോ വർക്കും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. സിമ്പിൾ ആക്കിയിട്ടൊന്നുമല്ല വെച്ചിരിക്കുന്നത്. അപ്പൊ ചേച്ചി ഗസ്റ്റുകൾ വരികയാണെങ്കിലും ഒക്കെ എല്ലാം നിങ്ങൾ ഇവിടെ തന്നെയാണോ ഭക്ഷണം എല്ലാം അറേഞ്ച് ചെയ്യുന്നതും? മിക്കവാറും ഇവിടെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ രാത്രിക്ക് ഇങ്ങനെ ഇറങ്ങി ഡിന്നർ കഴിക്കാൻ പോവുക? അതൊരു ശീലമായി. കാരണം ഞങ്ങള് മോളിൽ താമസിച്ചുകൊണ്ട് താഴെ പണിത് അപ്പോഴും ഒക്കെ ഡൈനിങ് ഇവിടെ ആയിരുന്നു. അതുകൊണ്ട് അതൊക്കെ ശീലമായി പോയി. 10 വർഷം അതെ, അങ്ങനെയൊക്കെ അങ്ങ് ശീലപ്പെട്ടു. എന്തായാലും ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് ഞാൻ കാണുന്നത്. വീട് തനിയെ സെപ്പറേറ്റ്, കിച്ചൺ വേറെ തന്നെ. സാധാരണ നമ്മൾ ഔട്ട് ഹൗസിൽ പുറത്ത് വേറൊരു കിച്ചൺ അങ്ങനെയൊക്കെ കാണും. പക്ഷെ ഇത് ഇങ്ങനെ വേറിട്ട് ഒരു ഫീൽ ചെയ്യാം അങ്ങനെ തന്നെ. ഇനിയിപ്പോ നമ്മളെ ട്രഡീഷണൽ സ്റ്റൈലാണ് കേട്ടോ. ചട്ടിയും കലമൊക്കെയാണ്. ഇതിലൊന്നും കയ്യൊന്നും തൊട്ടണ്ട. ഗ്യാസ് ഇത്തിരി കുറവുള്ളതുകൊണ്ട് നമ്മൾ ഗ്യാസ് സേവ് ചെയ്ത് വെച്ചുകൊണ്ട് എല്ലാ അടുപ്പില് ഇപ്പൊ ഒന്നും ആരും അടുപ്പിലൊന്നും പാചകം ചെയ്യില്ലല്ലോ. അപ്പൊ ഇവിടെ അടുപ്പിലാണോ വെക്കുന്നത്? വിറക് അടുപ്പില് പാചകം ചെയ്താ. ഓ, അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. വിറക് അടുപ്പിൽ പാകം ചെയ്ത ഫിഷ് കൂട്ടാനുണ്ട്, ചിക്കൻ ഉണ്ട്, ഫ്രൈ ഉണ്ട്, അവിടെ ഫിഷ് ഫ്രൈ ഉണ്ട്. കൊറേ ഐറ്റംസ് ഉണ്ടല്ലോ. ഇത് ബീഫാണ്. യെസ്, കൊറേ ഐറ്റംസ്. മോള് ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞ നാടൻ അച്ചിങ്ങ, നമ്മളുടെ തന്നെ ഫാമില് ഉണ്ടായ അച്ചിങ്ങ. ഇത് മാങ്ങാക്കറി, നമ്മുടെ വീട്ടിലെ മാങ്ങ തന്നെ. അങ്ങനെയല്ല, നാടൻ ഒരല്പം നാടൻ സാധനങ്ങളാണ്, നാടൻ പ്രിപ്പറേഷൻ ആണ്. പ്രകാശനൊക്കെ കഴിച്ചോ? പ്രാശനെ വിളിക്കാം, വരാൻ പറയാം. നമുക്ക് കഴിച്ചാലോ? എന്നാ കഴിച്ചിട്ടിരിക്കാം. അപ്പൊ ഞങ്ങള് ഇത്ര സ്വാദിഷ്ടമായ നാടൻ വിഭവങ്ങൾ കഴിക്കട്ടെ. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ നല്ല നാടൻ ഊണ് വയറ് നിറഞ്ഞു കഴിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്തൊരു വിശേഷം കൂടെ ഞാൻ അറിയണത്. ഈ വീട്ടില് പുറത്ത് തന്നെയാണ് കിച്ചണും ഡൈനിങ് എന്നും പറഞ്ഞില്ലേ. ഇത് ഈ ഒരു ഡൈനിങ് സ്പേസ് മാത്രമല്ല, ഇതേ ഒരു ബിൽഡിങ്ങിൽ തന്നെ 3 ഡൈനിങ് റൂമാണ് ഈ വീട്ടിനുള്ളത്. 1 നമ്മളിപ്പോ കഴിച്ചു കഴിഞ്ഞ ഡൈനിങ് റൂം. ഇനി വേറൊരു ഡൈനിങ് റൂം ദേ ഇവിടെ. ഇത് വേറൊരു ഡൈനിങ് റൂം. ഇതാണ് ചേച്ചി പറഞ്ഞത്, ഇവിടെ ഏതൊക്കെ വീടുകൾ റൂമുണ്ടോ ആ റൂമിലെല്ലാം നിറയെ മെമന്റോസ് വെച്ചിട്ടുണ്ടാവുന്നത്. കാരണം അതുപോലെ ഇവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതോ ഇങ്ങനെ എല്ലാ റൂമിൽ കൂടെയും ഇങ്ങനെ ഷോക്കേസ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണെന്ന് ചേച്ചി പറഞ്ഞതിൻ്റെ ഇതാണ് ഒരെണ്ണം. ഓക്കെ, അപ്പൊ ഇത് വേറൊരു ഡൈനിങ് സ്പേസ്. ഓരോ ഡൈനിങ്ങിലും നമ്മൾ കാണേണ്ടത് പ്രകാശേട്ടന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ടൈലിലുള്ള ഗ്ലിറ്ററിങ്. അത്തരത്തിലുള്ള ടൈലുകൾ മാത്രമാണ് പ്രകാശേട്ടന്റെ റിസോർട്ടിൽ പോയാലും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതേ വീട്ടിൽ വരുമ്പോഴും പ്രകാശേട്ടന്റെ വീക്ക്നെസ് ആണ് മിററും ഇത്തരത്തിലുള്ള ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ടൈൽസും. എവിടെ പോയാലും ഫുൾ മിറർ ഉണ്ടാവും. പിന്നെ ഇതേ ഇങ്ങനെ ഇത് ഇവരുടെ ഒരു സ്പെഷ്യൽ പുതിയ വിളക്കാണ് കേട്ടോ. ഇത് തേക്കിൽ ചെയ്യും, ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ട്. തേക്കില്, ഈട്ടിയില്, നമ്മൾ ഏത് തടിയിൽ വേണമെന്ന് പറയുന്നോ അതിൽ ഇവർ ചെയ്തെടുക്കുന്ന ഇപ്പം ഏറ്റവും പുതിയ പറക്കാട്ടിൻ്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ തന്നെ പറയാം ഈ ഒരു വിളക്ക്. ഇനി ഇത് സെക്കൻഡ് ഡൈനിങ് റൂം. ഇനി നമുക്ക് തേർഡ് ഡൈനിങ് റൂമിലേക്ക് പോവാം. യെസ്, വരൂ, ഞങ്ങൾ കാണട്ടെ. ഇതാണ് നമ്മുടെ പ്രകാശേട്ടനും പ്രീതി ചേച്ചിക്കും ഒക്കെ വർഷങ്ങളോളായിട്ട് ചേച്ചി പറയും എത്ര വർഷമായി ചേച്ചിക്ക് ഇന്നിപ്പോ കുക്ക് ചെയ്യാൻ പോലും അറിയില്ല. അതിനുള്ള മെയിൻ റീസൺ ആണ് ഇദ്ദേഹം. പേര് പറഞ്ഞേ? നിഷ. അതന്നെ. പ്രീ ചേച്ചിക്ക് വീട് ഇങ്ങനെ ഏൽപ്പിച്ചിട്ട് പോവാൻ പറ്റുന്നത് ഇദ്ദേഹം ഇങ്ങനെ വീട്ടിലുള്ളതുകൊണ്ടാണ്. നമ്മുടെ ചേച്ചിയുടെ മുഖത്തെ തിളക്കൊക്കെ നമ്മൾ കാണുന്നില്ലേ, അതൊക്കെ തിളക്കത്തിന്റെ കാരണം രഹസ്യം ഇദ്ദേഹമാണ്. ഞങ്ങൾ വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചു. ഒരുപാട് സന്തോഷം. വയറ് നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു കേട്ടോ. സൂപ്പർ ആയിരുന്നു, നല്ല ടേസ്റ്റി, നല്ല ഭക്ഷണം. കഴിച്ചോ? ഇല്ല, ഞങ്ങളെ കഴിപ്പിക്കായിരുന്നില്ലേ? ഓക്കെ, അപ്പോ ഈ വീട് ഇത്രയും ഭംഗിയായിട്ട് വെക്കുന്നത് നിഷ കുട്ടി തന്നെയാണ്. ഓക്കെ,
അപ്പോൾ ഇത് അടുത്ത ഡൈനിങ് റൂം. ഈ ഡൈനിങ് ടേബിളിലും ഉണ്ട് സെയിം തിളക്കം കാര്യങ്ങൾ. പിന്നെ ദേ മിറർ. ഇത് ഇവിടെ കിച്ചണും കൂടി ഉണ്ട്. ഇവിടെ പക്ഷെ കുക്ക് ചെയ്യാറില്ല. ഇവിടെ കുക്കിംഗ് ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി, എനിക്ക് ചെയ്യാൻ വേണ്ടി അതിന് വേണ്ടിട്ട് മോഡുലർ കിച്ചൺ വെച്ചതാണ്, പക്ഷെ തൊട്ടിട്ടില്ല. അപ്പൊ ഈ മോഡുലർ കിച്ചൺ അവ പൂട്ടിയിട്ട് ഇതൊരു ഡൈനിങ് സ്പേസ് മാത്രമാക്കിയിട്ടാണ് ഇവര് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഹോം ഇനി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു. ഇത് ആരുടെ റൂം ചേച്ചി? ഇത് അമ്മയുടെ റൂം. എന്റെ അമ്മ എവിടെയാണോ? അമ്മ ഇങ്ങനെ റൊട്ടേഷനിലാണ്. കുറച്ചാൾ എന്റെ മൂത്ത ബ്രദറിന്റെ കൂടെ, പിന്നെ ഇളയ ബ്രദറിന്റെ കൂടെ. അത് ടേം അനുസരിച്ച് വരും. എന്താന്ന് വെച്ചാ ഒരാള് കുമളിയാണ്, ഡോക്ടറാണ്. അപ്പൊ അവിടെ ഇവിടെ നല്ല ചൂടുള്ളപ്പോ ആള് കുമളിക്ക് പോകും. അവിടെ തണുപ്പ് വരുമ്പോ നേരെ ഒറ്റപ്പാലാണ് രണ്ടാമത്തെ ബ്രദർ, അവിടെ പോകും. തണുപ്പാകുമ്പോ അവിടെ പോകും. ബാക്കി ഫുൾ ടൈം എന്റെ അടുത്ത്. ഓക്കെ, അങ്ങനെ അമ്മ സുഖിച്ച് ടേൺ അടിച്ച് ഇങ്ങനെ. ഇത് അമ്മയുടെ റൂം. അമ്മയ്ക്ക് വേണ്ടി തന്നെ സീരിയലൊക്കെ കാണാനും, അമ്മയ്ക്ക് സീരിയല് അതൊക്കെയാണല്ലോ കാണാനായിട്ട് ഒരു ടി വി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹലോ, തിളങ്ങി നിൽക്കുന്നുണ്ടല്ലോ. സുഖം. പ്രകാശേട്ടനെ കാണുമ്പോൾ പ്രകാശേട്ടന്റെ വാർഡ്രോബിൽ ചേച്ചി തിളങ്ങാത്ത ഡ്രസ് കാണില്ല. ഇല്ല, പണ്ടേ കോളേജിൽ പഠിക്കുമ്പോഴേ അറിയപ്പെട്ടിരുന്ന ചെത്ത് പ്രകാശം. എന്നെ പിടിച്ച് ഞെക്കണ്ട മിണ്ടല്ലേന്ന്. സത്യങ്ങളൊക്കെ സത്യങ്ങളല്ല എന്ന് റിവീൽ ചെയ്യാൻ പോവാണ് ഞങ്ങള്. കാര്യങ്ങൾ ഈ 7 വർഷം എടുത്ത് ഈ ലിവിംഗ് റൂം ചെയ്യാനെന്നുള്ള കഥ കേട്ടു ഞങ്ങള്. പ്രകാശേട്ടന് അങ്ങനെ പണിക്ക പൊളിക്ക, പണിക്ക പൊളിക്ക. അതെന്താ ഇതിനോട് ഭയങ്കര ഒരു ഇഷ്ടം? എന്താണ് പിന്നെ ഇവിടെ അല്ലാതെ വേറെ എവിടെയാ പരീക്ഷിക്കണത്? നമ്മുടെ സ്ഥലത്തല്ലേ പരീക്ഷിക്കാൻ പറ്റും, എല്ലായിടത്തും പോയി പരീക്ഷിക്കാൻ പറ്റും. പ്രകാശിന്റെ സ്വന്തം പ്രിമൈസസിൽ അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ചിലർ സ്ഥലമൊക്കെ വാങ്ങി ഇട്ടിരിക്കണ്ടാവില്ലേ, അത് കാണുമ്പോ പ്രകാശിന് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഈ സ്ഥലത്ത് എന്തൊക്കെ ചെയ്യാം? ഒരു ഇത്തിരി സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ 10 റൂം പണിയാൻ പറ്റുമെന്നേ നോക്കുള്ളൂ. അല്ലാതെ അങ്ങനെ സ്പേഷ്യസ് ആയിട്ട് വെറുതെ ഇടാനൊന്നും അത്ര ഇഷ്ടമൊന്നുമില്ല. അവിടെ കൊണ്ടുവന്ന റൂം ഇവിടെ ഒരെണ്ണം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മുട്ടിച്ചു വെക്കും. ആണല്ലേ? ഇത് ചെയ്യുമ്പോഴൊക്കെ ചേട്ടൻ ആരോടെങ്കിലും അഭിപ്രായം ചോദിക്കൂ? ചേച്ചി ഒരു അഭിപ്രായം പറയാൻ വന്നാൽ ചേട്ടൻ സ്വീകരിക്കൂ? അത് ഞാൻ പറയാം, ഒന്നും സ്വീകരിക്കില്ല. ഇപ്പൊ ഈ ടൈലുണ്ടല്ലോ, ഈ ടൈല് ഓക്കെ ഈ റൂമിലൊക്കെ ഇട്ടപ്പോ ഞാൻ ഓക്കെ പറഞ്ഞു. പക്ഷേ നമുക്ക് മോന്റെ ബാത്റൂം, അവൻ ഇപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയല്ലോ, അത് കാണുമ്പോ ഞാൻ പറയാം. ബാത്റൂമിനകത്ത് കൊണ്ടുവന്ന് ഈ ടൈലിട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, ബാത്റൂമിലൊക്കെ ആരെങ്കിലും ഇങ്ങനത്തെ ടൈലൊക്കെ ഇടുവോ? ഇങ്ങനത്തെ ഇടുവോ? ഇത് നിറച്ചഴുക്ക് കയറും, ഇത് മുഴുവൻ മെസ്സി ആയിരിക്കും, എണ്ണയും സോപ്പും എല്ലാം പറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, കൂടുതൽ ഉപദേശമൊന്നും വേണ്ട, ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പൊ ഞാന് നേരെ തിരിച്ചു തന്നെ പറയുള്ളൂ. ഇതാണ് അഭിഷേകിന്റെ റൂമാണ്. രണ്ടാമത്തെ ആളുടെ റൂം. അതെ. കുറച്ച് പിള്ളേരൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ മെസ്സി ആയിരിക്കും, എന്നാലും ഇതത്ര മെസ്സി ഒന്നും നീറ്റാണ്. അഭിഷേകിന്റെ ഒരു ബെല്ലക്കുട്ടി ഉണ്ട്, ഒരു ടോയ് പൂഡിലുണ്ട്. അതിന്റെ കൂടെ അവന് മുടി ട്രിം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയേക്കുക. അതുകൊണ്ട് പട്ടിക്കുഞ്ഞ് ഇപ്പൊ കൂടെ ഇല്ല, അതിലില്ല, കൂടെ തന്നെ ആണ്. പിന്നെ ഇതാണ് ഇവിടെ കേറാവുന്ന പരുവാണോന്ന് അറിയാം. അതെ, ഇത് കണ്ടോ? ഈ ടൈലൊക്കെ കണ്ടപ്പോ ഇവിടെ ഈ ടൈലിന്റെ കാര്യമാണ് ചേച്ചി ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ഇങ്ങനത്തെ ടൈലൊക്കെ ഇടാൻ കൊള്ളാവോ എന്നൊക്കെ ചോദിച്ച് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞു. അന്നേരം എന്നോട് പറഞ്ഞു, ഞാൻ തീരുമാനിച്ചോളാന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ബുദ്ധിപൂർവമായ തീരുമാനമായിരുന്നു. എന്തഴുക്കും എന്നാലും അറിയാൻ പാടില്ല, ഒരു രീതിയിലും മെയിന്റനൻസ് വേണ്ട ശരിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇപ്പൊ അതല്ല, അതിന്റെ അപ്പുറത്തൊരു ഒരെണ്ണം കൂടെ ഉണ്ട്, വിശാലമായ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി അതിന്റെ അപ്പുറത്തുണ്ട് അവന്. അത് പഴയത്. അപ്പൊ അതോടുകൂടി ഞാൻ അഭിപ്രായം പറയണ നിർത്തി. പിന്നെ റിസോർട്ട് പണിതപ്പോഴും നമ്മൾ ആദ്യം ചെല്ലുമ്പോ ഇത് ഒരുപാട് കളർ ടൈല, ഇതൊക്കെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ? ഇത് എങ്ങനെയാ എല്ലാരും ഇങ്ങനെ വളരെ സൈലന്റ് കൂൾ കാമായിട്ടുള്ള ഇതല്ലേ ഇഷ്ടപ്പെടുന്നത്? ഇത് ഇവിടെ ബ്ലാക്ക്, ഇവിടെ കൊണ്ടുവന്ന് യെല്ലോ വെക്കും, ഇവിടെ റെഡ് വെക്കും, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാന്നൊക്കെ ആദ്യം ഞങ്ങളെ ക്രിറ്റിസൈസ് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഒരു 200-250 റിസോർട്ട്സ് മൂന്നാറുണ്ട്, എന്തുകൊണ്ട് പറക്കാട്ട് നമ്പർ 1 ആയിട്ട് വന്നു എന്നുള്ളത് ആളുടെ തിയറിയാണ്. അതിനെല്ലാം അതോടുകൂടി
അഭിപ്രായം നിർത്തി. പ്രകാശ് ചേട്ടാ, പൊതുവേ ഉള്ള ഒരു ഇത് നമുക്കറിയാം, ഭാര്യമാരുടെ ഒരു അഭിപ്രായമോ അവരെന്ത് നല്ലത് പറഞ്ഞാലോ ഈ ഭർത്താക്കന്മാര് അംഗീകരിക്കില്ല, പുച്ഛമാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു മക്കളുടെ അഭിപ്രായങ്ങളിൽ കുറച്ച് അവര് പറഞ്ഞാൽ എന്ത് വേദവാക്യമാണ്, മക്കളുടെ അഭിപ്രായത്തേക്ക് ഒരു നമ്മൾ ചെവി കൊടുക്കും. പ്രകാശ് ചേട്ടൻ അത് ചെയ്യാറുണ്ടോ? എന്ത് ചോദിച്ചാലും ഇതാണ്, ചേച്ചി ഒരു പെൺകുട്ടി വേണമായിരുന്നു. പെൺപിള്ളേരുണ്ടെങ്കിലാണ് അതൊക്കെ മയക്കെടുത്ത്. പക്ഷെ അങ്ങനൊക്കെ പറഞ്ഞാലും അഭിഷേക് എന്തെങ്കിലുമൊക്കെ കറക്റ്റ് നോക്കിയിട്ട് അവൻ പറയാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പഠിച്ചിട്ടേ പറയുള്ളൂ. നന്നായി സെർച്ച് ചെയ്ത് പഠിച്ച് ഒരു കാര്യം പറയുള്ളൂ. എല്ലാം വെറുതെ ഇപ്പൊ ഞാനൊക്കെ ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തില് അങ്ങനെയല്ല, കം ടു ദി പോയിന്റ് എന്നുള്ള രീതിയിലേ പറയുള്ളൂ. അപ്പൊ അത് കേൾക്കുമ്പോ അവൻ പറയുന്ന കാര്യങ്ങൾ അത്യാവശ്യം കറക്റ്റാന്നൊക്കെ തോന്നും. അപ്പൊ ചേട്ടൻ ഒന്ന് കുറച്ചൊന്ന് കേൾക്കും, ഒരു കുറച്ചൊക്കെ അംഗീകരിക്കാൻ മടിയാണ്, ഭയങ്കര മടിയാണ്. അല്ല, ഇവര് പറയുന്ന നല്ല കാര്യങ്ങളൊന്ന് അംഗീകരിച്ചാൽ അംഗീകരിക്കും. പക്ഷെ ചേച്ചി ഇല്ലില്ല, അത് എങ്ങനെയാണെന്നറിയാമോ? ഇല്ല ചേച്ചി സത്യമല്ല, ഇല്ല ചേച്ചി സത്യം പറയുള്ളൂ. നമ്മള് സത്യം പറയൂ, അതല്ല അംഗീകരിക്കേണ്ട കാര്യം വന്നാൽ എന്ത് ചെയ്യൂന്നറിയാമോ? അത് അപ്പൊ അംഗീകരിക്കില്ല, ഡിനൈ ചെയ്യും, പാടെ അത് ഡിനൈ ചെയ്ത് കളയും. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഊണ് കഴിച്ചതേ ഉള്ളൂ, അടുത്ത ജ്യൂസ് വന്നു. താങ്ക് യു. അപ്പൊ എന്തെന്ന് വെച്ചാ എന്നിട്ടേ കുറച്ച് ദിവസം കഴിയുമ്പോ ഉണ്ടല്ലോ നമ്മുടെ ഐഡിയ മാസ്റ്റർ പീസ് ഒക്കെ ആളുടെ ഐഡിയ ആയിട്ട് രംഗത്ത് വരും. എടാ കള്ള, അങ്ങനെ അത് പഠിക്കും. നമ്മൾ പറഞ്ഞത് ശരിയാണോ എന്ന് ആലോചിക്കും, തിങ്ക് ചെയ്തിട്ട് അത് കറക്റ്റ് ആണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ പറയുമ്പോ അതെല്ലാം അത് നടക്കാത്ത കാര്യം, അത് വേണ്ട, അത് കൊള്ളൂല, അത് ഭയങ്കര പൊട്ടത്തരാന്ന് പറയും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ആലോചിച്ചിട്ട് സ്വന്തം ഐഡിയ ചെറിയ മാറ്റമൊക്കെ വരുത്തിട്ട് അത് കൊണ്ടുവരും. കള്ളത്തരം പൊളിഞ്ഞു മോനെ. ശരിക്കും ഇതൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ആൾക്കാര് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ, ഈ അച്ഛനെ ഇങ്ങനെ വരച്ച വരപ്പിച്ച് നിർത്തിയേനെ. അതാണ് ഇതായി പോയത്, അത് മിസ് ചെയ്ത്. അടുത്ത മോളും കൂടെ വരട്ടെ, എന്നിട്ട് അവരങ്ങ് അല്ല ഇനി പേരക്കുട്ടികളായിട്ട് പേരക്കുട്ടികളായിട്ട് എന്താണേലും പിടിച്ചോളും. അതെ, നമുക്കിനി മേലേക്കും കൂടെ ഒന്ന് കാണാം. ഇത് പ്രകാശന്റെ അച്ഛനാണ്. പ്രകാശൻ ഒരു മോനാ? അല്ലല്ല, 8 മക്കളാണ്. 8 മക്കളാളാ. പ്രകാശൻ അച്ഛന്റെ നല്ല ചായ ഉണ്ടല്ലേ, അച്ഛന്റെ തനി ചായ പ്രകാശന്. ഓ, എട്ടാമനാണല്ലേ? അതുണ്ടല്ലോ, അതൊന്നും പറയണ്ട. അമ്മ 8 മക്കളിലെ ഏറ്റവും പ്രിയപുത്രനായിരുന്നു. അപ്പൊ ഇങ്ങനെ അന്നൊക്കെ ഇത്രയും സമ്പത്തൊന്നും ഇല്ലല്ലോ, വലിയ കാശൊന്നും ഇല്ല. അപ്പൊ ഒരു മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നാടൻ കോഴി മുട്ട ഇടുമ്പോ അമ്മ ഇങ്ങനെ ദേ മടിയിലെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് മകന് മാത്രം നാടൻ മുട്ട പുഴുങ്ങി ചോറിനകത്ത് ഇങ്ങനെ ഒളിപ്പിച്ച്. പിന്നീട് ഇഷ്ടംപോലെ കഥയുണ്ട്. മീനൊക്കെ വറുത്ത എല്ലാവർക്കും മീനിന്റെ ചാറ് കറിയേ കൊടുക്കുള്ളൂ അമ്മ. പക്ഷെ ഇളയ മകന് മാത്രം ചോറിന്റെ അടിയില് മീൻ വറുത്തത്. അതിന്റെയൊക്കെ പിന്നിലത്തെ അമ്മയ്ക്ക് എന്തൊക്കെയോ ചേട്ടൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ് അമ്മേനെ ഇങ്ങനെ സുഖിപ്പിച്ച് നിർത്തിയതിന്റെ കാര്യം? ഇളയ മകനായതുകൊണ്ടേ അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. ഇതാണ് ഞങ്ങളുടെ സാമ്രാജ്യം. ഓ, ഇതാണ് നമ്മുടെ പറക്കാട്ട് പ്രകാശേട്ടൻ പ്രീതി ചേച്ചിയുടെ റൂം, നിങ്ങളുടെ ലോകം. അതെ അല്ലേ, ഞങ്ങളുടെ ലോകം. ഇവിടെ ചോദിക്കട്ടെ, ഇവിടെ എന്തുകൊണ്ട് നിങ്ങൾ തിളങ്ങുന്ന ടൈൽ ഇട്ടില്ല? എപ്പോഴും നല്ല ഇവിടെ തിളക്കമൊന്നും വേണ്ട, ഇവിടെ നല്ല നടക്കാനും ചവിട്ടാനും ഒക്കെ സുഖമുള്ളത്. ബാക്കി എല്ലായിടത്തും തിളങ്ങണം മിനുങ്ങണാണല്ലോ, ഇവിടെ വുഡൻ ഫ്ലോറിംഗ് ആണ് നല്ലത്. തിളങ്ങുന്ന ഭാര്യ കൂടെ ഉള്ളപ്പോൾ പിന്നെ തിളങ്ങുന്ന ടൈൽ എന്തിനാ അങ്ങനെ പറയണ്ടേ? പറക്കാട്ടില് ഇവിടെ പ്രകാശേട്ടന്റെ മുറിയില് എല്ലാ ദിവസവും എത്ര കോടിക്കണക്കിന് പൈസകളാണ് വരുന്നത്. അത് കയ്യോടെ ഡെയിലി രാത്രി ഇവിടെ കൗണ്ടിങ് മെഷീൻ ഉണ്ട്, ഇതില് കൗണ്ട് ചെയ്ത് പഴയ മെഷീനിൽ ഇല്ല പഴയ മെഷീനിലും കൗണ്ട് എല്ലാം കറക്റ്റ് കിട്ടും. അപ്പൊ ഇതില് കൗണ്ട് ചെയ്തിട്ട് പ്രീതിയെ എന്താ ചേച്ചിനെ വിളിക്കുന്നത്? ഈ ബെഡിന്റെ അടിയിൽ ഇങ്ങനെ നിരത്തി ഇടാൻ.
ഈശ്വര ബെഡിന്റെ അടിയിലൊക്കെ പൈസ ഉണ്ടാവോ? നിധി 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 ആണോ? ഇവിടെയാണോ നിധി സൂക്ഷിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. ഈ കള്ളന്റെ അടുത്ത് എന്ത് ചോദിച്ചാലും ഇങ്ങനെയാ കാണിക്കുള്ളൂ. അപ്പൊ ഇതെല്ലാം ഷൂട്ട് ചെയ്യാണെന്ന് കരുതിയിട്ട് പറയാത്ത ഡീസന്റ് ആവുന്നതാ. ഇതാണ് ചേച്ചിയാണ് സത്യം പറയാം. എന്തായാലും ബെഡ്റൂമില് ഇതേ പൈസ കൗണ്ട് ചെയ്യുന്ന മെഷീൻ വെച്ചിട്ടുള്ളിടത്തോളം കാലം പ്രൂവ് ചെയ്യാൻ നമുക്ക് ഡെയിലി പൈസ കൗണ്ട് ചെയ്ത് സമാധാനത്തിൽ എളുപ്പമാണല്ലോ. എന്നാലും അത് എന്നെ പറഞ്ഞേ എത്ര വന്നാലും കൗണ്ട് ചെയ്യാൻ എളുപ്പമാണല്ലോ. ഓക്കെ, ഇനി ഇത് ഈ ഒരു സ്പേസിൽ നിങ്ങൾ ആക്ച്വലി ഇരിക്കാറുണ്ടോ? ഈ സ്പേസ് ഒക്കെ ഉപയോഗം കുറവാണ്. നേരത്തെ ഇവിടെ TV ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. TV ഒക്കെ എടുത്ത് ഒരു ജിം റൂം ഉണ്ട്, അവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു. പിന്നെ തിയേറ്റർ ഒരെണ്ണം സെറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഹാഫ് ആയിട്ട് നിൽക്കുക, അതിനകത്ത് ഹോം തിയേറ്റർ ആയിട്ട്. അതുകൊണ്ട് TV അവിടുന്ന് പോയതോടുകൂടി ഇവിടെ ഇരിക്കലൊക്കെ കുറവാണ്. ഞാനിങ്ങനെ വല്ലോ ഇടയ്ക്കൊക്കെ വന്നിരിക്കുമെന്ന് മാത്രം, കുറവാണ്. ഓക്കെ, പിന്നെ ഇത് എവിടെ നോക്കിയാലും സ്റ്റെയറിന്റെ അടിയിലും അതെ കുറേ മെമെന്റോസ് ഇരിക്കുന്നുണ്ട്. മെമെന്റോസ് ആണ് വീട് മുഴുവൻ. മൊത്തം ഏറ്റവും കൂടുതൽ ഇവിടെ പ്രീതി പറക്കാട്ടിന്റെ മെമെന്റോസ് ആയതുകൊണ്ട് മിക്കവാറും പ്രകാശേട്ടൻ. നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ ഒന്ന്, എപ്പോഴും ഈ മെമെന്റോ ഒക്കെ വാങ്ങി നടന്നാ മതിയല്ലോ ഒന്ന്. അതാണ് പ്രകാശേട്ടന്റെ ഒരു ഇതല്ലേ. ഓ, ഇത് മൂത്താളുടെ റൂം. ഇത് മൂത്തയാളുടെ റൂം. ഇതാണ് മോൾക്ക് എന്റെ ചായ എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതെട്ടോ, ശരിക്കും അതാണ് മോള്, മോന്. ചേച്ചിയുടെ ചായ തന്നെ. അങ്ങനെ ഓക്കേ. ഇതെന്താ ഇതിനിടയിൽ ഇതൊക്കെ വെച്ചിരിക്കുന്നത്? ആളുടെ ക്യൂരിയോസ് കളക്ഷൻ ആണ്. ആള് ഭയങ്കര ഇഷ്ടമാണ് അഭിജിത്തിന് കാറിന്റെ ആളാണ്. ഇങ്ങനെ ഇതിലൊക്കെ ഉണ്ട്. അഭിജിത്തിന്റെ ഡ്രീം കാർ ഏതാ? അതൊന്നും എനിക്ക് ചോദിച്ചാൽ അറിയില്ല. ചേട്ടന്റെ ഡ്രീം കാർ എന്താ ചേട്ടാ? ചേട്ടന് എന്തെങ്കിലും മതിയോ? ചേട്ടന് ബെൻസ് ആണ് ഇഷ്ടം. അത് ഞാൻ പുതിയ കാറുകളോടൊന്നും വലിയ താല്പര്യമില്ല. ബെൻസിൽ തന്നെ നിക്കാണ്. സേഫ് ആണ് അത് അല്ലേ? എന്താ പണം അത്യാവശ്യത്തിന് മാത്രം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതായിരുന്നല്ലോ. അതുകൊണ്ട് ഞങ്ങളോട് എന്നും പറയും, ഞങ്ങക്ക് വിലയില്ല, കാശിന് വിലയില്ല, നിങ്ങക്ക് സീരിയസ്നെസ് ഇല്ല. ആണോ ചേട്ടാ? ഇപ്പോഴും സൂക്ഷിച്ചു വെക്കണം. പ്രീതിക്കൊന്നും എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല അല്ലേ? ഒരു കാര്യമില്ല, നമുക്കും ഒരു വാല്യൂ ഇല്ല. അത് കാരണം ചേച്ചി എന്താ കയ്യിൽ പിടിച്ചോണ്ടിരിക്കണേ? ഇത് അല്ല, ഇത് ഇങ്ങനെ കൊറേ കളക്ഷൻസ് ഇതൊക്കെ നിറച്ച് എല്ലാ അലമാരിയും നിറച്ച് കാറുകളാണ്. ആളിങ്ങനെ എന്ത് കുളമൊക്കെ എല്ലാം ഞങ്ങള് എല്ലാം നമ്മള് ഗസ്റ്റ് വരുവാന്ന് പറഞ്ഞാ നമ്മളപ്പോ ഒരു ലാസ്റ്റ് ഒരു വൃത്തിയാക്കലുണ്ട് 5 മിനിറ്റില്. അതിനുള്ള സമയം കിട്ടിയില്ല. ഞങ്ങൾ അതുകൊണ്ടാ പറയാണ്ട് വന്നത്. കാരണം അങ്ങനെയല്ല, പ്രകാശേട്ടന്റെ തനി സ്വരൂപം ഞങ്ങൾക്ക് പബ്ലിക്കിലേക്ക് കാണിക്കണമായിരുന്നു. തനി സ്വരൂപം കാണിക്കണം അല്ലെ? അതിന് വേണ്ടിയിട്ടാണ് പറയാതെ വന്നത്. നമ്മൾ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് നമ്മുടെ പ്രകാശേട്ടന്റെയും പ്രീതി ചേച്ചിയുടെയും ചേട്ടാ. ഇതാണോ ചേട്ടന്റെ ഡ്രീം ഹൗസിലാണോ ശരിക്കും? ഇതൊരു ഡ്രീം ഹോം ആണോ ചേട്ടാ? അത് ഇനിയും വേറൊരു വീട് പണിയണമെന്ന് ആഗ്രഹമുണ്ടോ? എന്താണേലും പണിയും. അത് എവിടെയാ ചേട്ടൻ താല്പര്യം? ഇവിടെ തന്നെയാണോ? ശരിക്കും നമ്മളുടെ റിവർസ്കേപ്പ് ഇല്ലേ, അവിടെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്.
അത് പിന്നെ ഇപ്പൊ ഒരു റിസോർട്ടാക്കി മാറ്റി. റിസോർട്ടിലേക്ക് പോയി. പിള്ളേർക്ക് ഒരു വരുമാനമാവട്ടെ. വീട് പണിതിട്ടിട്ട് എന്താ കാര്യം? ബിസിനസ് മെന്റാലിറ്റി. അതാവുമ്പോ അവര് പണിയൊന്നും എടുത്തില്ലെങ്കിലും റിസോർട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കാനുള്ളതായി. അപ്പോ അങ്ങനെ ഒരു ഇത്. പിന്നെ ഉള്ള ഒരു സ്കോപ്പ് എന്റെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് നമ്മളുടെ കൊറ്റമ്മ സ്ഥലമായിരുന്നു. കൊറ്റമ്മ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക്. പക്ഷെ ഇപ്പൊ അവിടെ പറയുന്നു റിട്ടയർമെന്റ് ഹോം ചെയ്യുവാണ്. അവിടെ ഒരെണ്ണം നിങ്ങൾക്ക് പിന്നെ എന്നാലും ചേട്ടൻ മനസ്സിൽ കാണുന്നത് എവിടെയാ ശരിക്കും ഒരു ആണോ? എല്ലാം ഇതാ ഒന്നും പറയില്ല. പ്രീതി ചേച്ചിന്റെ അടുത്ത് പോലും പല കാര്യങ്ങളും പറയാറില്ല അല്ലേ? സ്വന്തം ഇഷ്ടത്തിനെ ചെയ്യുള്ളൂ. പറഞ്ഞിട്ടും അതെ, നടക്കില്ല. ഒന്നും പറഞ്ഞാ നടക്കില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വാശിയുണ്ടല്ലേ പ്രകാശേട്ടന്? ആ വാശിനെ കുറിച്ചും ഈ ചേച്ചി എങ്ങനെ ഈ പാവ മനുഷ്യനെ ചേച്ചി എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ഇതൊക്കെ നമുക്ക് അടുത്ത ഒരു സെഗ്മെന്റിലൂടെ അടുത്ത ഒരു എപ്പിസോഡിലൂടെ തന്നെ നമുക്കത് കാണാം. എന്തായാലും ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു വീട് നമുക്ക് തുറന്നു തന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.